സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേലെ നിശ്വസിപ്പിക്കുന്ന നിമിഷമാണ്, നിവേശിപ്പിക്കുന്ന നിമിഷമാണ്. ആത്മാവിനെ നൽകി നമ്മളെ വീണ്ടും വീണ്ടും മുദ്ര കുത്തി മാറ്റി നിർത്തി അഭിഷേകത്തിൻ്റെ തൈലം കൊണ്ട് നമ്മളെ ദൈവരാജ്യത്തിൻ്റെ വേലക്കാരാക്കി പണിതുയർത്തുന്ന സമയമാണിത്. ദൈവമേ, കടന്നു വരണമേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ ബലഹീനരായ ഞങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളെ ഒന്ന് തൊടണമേ, ഞങ്ങളുടെ നിരാശ എടുത്ത് മാറ്റണമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ എടുത്ത് മാറ്റണമേ, ഞങ്ങളുടെ ഭാരങ്ങളങ്ങ് ഏറ്റെടുക്കണമേ, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഭാഷാവരമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് മറ്റു വരങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ദർശനവരം നൽകട്ടെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം നൽകട്ടെ, നമുക്ക് അനുതാപത്തിൻ്റെ വരം നൽകട്ടെ. ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ മുദ്ര കുത്തി മാറ്റി നിർത്തട്ടെ, അഭിഷേകം നൽകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന, ആരാധന. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ആത്മാവിനെ അയച്ച് ഞങ്ങളെ അഭിഷേക തൈലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന തമ്പുരാനെ നന്ദി എന്ന് പറഞ്ഞ് പാടാം നമുക്ക്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന, 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 ആരാധിക്കുന്ന. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആരാധിക്കുന്ന, 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 ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ശാന്തമായിട്ട് ഇരുന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നേ. നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാം.
എല്ലാവരും ശാന്തമായിട്ട് അടുത്തിരിക്കുന്നവർക്കൊക്കെ കേൾക്കാവുന്ന പോലെ സ്തുതിച്ചോളുക. സിസ്റ്റർ മൈക്ക് കൂടെ പറയുന്നത് കേൾക്കാൻ സാധിക്കണം. ഒപ്പം നിങ്ങൾ സ്തുതിപ്പിൻ്റെ അഭിഷേകത്തിലായിരിക്കണം. ഒരു വലിയ പ്രകാശം നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് വളരെ പ്രത്യേകമാവിധം കടന്നു വരുന്നത് ഈശോ കാണിച്ചു തരികയാണ്. ആ പ്രകാശം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിരാശയുടെ അന്ധകാര ഈശോ മാറ്റുന്നതിന്റെ ഒരു അടയാളമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി ഉയരുന്നു, വലിയ അഗ്നി ഉയരുന്നു. ഈശോയെ, ഈ അഗ്നികുണ്ഡത്തിലേക്ക്, പരിശുദ്ധാത്മാവാകുന്ന ആ അഗ്നികുണ്ഡത്തിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തിന്മകളെ അങ്ങ് ഇട്ടുകൊടുക്കുക. കത്തിച്ചാമ്പലാകട്ടെ. അഹങ്കാരത്തിന്റെ ജഡികതയുടെ, എല്ലാ വ്യഗ്രതകളുടെ, ഭൗതികതയുടെ, ലൗകായികതയുടെ, എല്ലാ അലസതയുടെ, അശ്രദ്ധതയുടെ, ആത്മീയ ജീവിതത്തിനോടുള്ള മരവിപ്പിന്റെ എല്ലാ തിന്മകളും പരിശുദ്ധാത്മാവാകുന്ന അഗ്നികുണ്ഡത്തിൽ ചാമ്പലാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങ് ഇട്ടുകൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെ അപൂർവമായിട്ടുണ്ടാകാറുള്ള ഒരു രോഗത്തിൽ നിന്നൊരു വ്യക്തിക്ക് കർത്താവ് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നട്ടില് സംബന്ധമായ രോഗത്തിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസകോശ തടസ്സം, ശ്വാസത്തിന്റെ തടസ്സം, ശ്വാസകോശ സംബന്ധമായ രോഗത്തിൽ നിന്ന് കർത്താവ് ഒരു വ്യക്തിക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ നന്ദി. ഹെൻറി എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. ആരെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ആ വ്യക്തി ഇവിടെ ഉണ്ടാകും. ദൈവം ആ വ്യക്തിയെ തൊട്ടിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ഈശോയെ സ്തോത്രം. ഒരു മകനോട് നീ എടുക്കുന്ന തീരുമാനം ശരിയല്ല, വിവേചിക്കുക എന്ന് ഈശോ പറയുന്നുണ്ട്. എല്ലാവരും അത് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ശരിയെന്ന് കരുതുന്ന തീരുമാനം അത് ശരിയാണോ? വിവേചിക്കുക. വിവേചിക്കാൻ ഈശോ പറയുന്നു. ഈശോയെ, മുഖത്തും കൈകാലുകളിലും ശരീരത്തൊക്കെ കുരുക്കൾ വരുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു മകളുടെ വിവാഹം നടക്കാതെ വല്ലാതെ വിഷമിക്കുന്നു. പക്ഷേ കർത്താവ് ആ വിവാഹം നടക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പാട്ട് പാടുന്ന ഒരു വ്യക്തിക്ക് നന്നായി പാടാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു വചനം നമ്മുടെ സമൂഹത്തിന് തരികയാണ്. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണ് ഇത് എന്നുള്ള വചനം കർത്താവ് തരുന്നു. സ്തുതി, 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 സ്തുതി. ഒരു മകനെ ഓർത്ത് മാതാപിതാക്കൾ വേദനിക്കുന്നു. ആ മകൻ തിരിച്ചു വരാൻ ദൈവം ഇടവരുത്തുന്നു. തെറ്റായ ബന്ധത്തിൽ നിന്നുള്ള, ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ കൊടുത്ത് കർത്താവ് ആ മകനെ അനുഗ്രഹിക്കുന്നു. സ്തുതി, സ്തുതി. ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ഉന്നതമായ വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. പിടരി വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. എപ്പോഴും അന്യമത വിശ്വാസം ഹൃദയത്തിൽ കൊണ്ടു നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് സത്യദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള കൃപ കൊടുത്ത കർത്താവ് വിശ്വാസത്തിന്റെ ശരിയായ കാഴ്ചപ്പാടിലേക്ക് കർത്താവ് വ്യക്തിയെ നയിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി. ലൂസി എന്ന പേരിൽ ഒരു മകളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കാലിന്റെ മുട്ടിനുണ്ടായിരുന്ന വേദനയും നീരും കർത്താവ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു ശിശുവിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭവനത്തിന്റെ താക്കോല് കർത്താവ് ഒരു വ്യക്തിയുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്ത് ഒരു ഭവനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. 8 മക്കൾക്ക് നല്ല കുമ്പസാരം നടത്താനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. നന്ദി, നന്ദി. കുദാശകളിൽ നിന്ന് മുഖം തിരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിക്ക് ഈശോയിലേക്ക് കടന്നു വരാനുള്ള കൃപ കൊടുക്കുന്നു. കർത്താവ് ആ വ്യക്തി ചേർത്ത് പിടിക്കുന്നു. നല്ല കുമ്പസാരത്തിന്റെ കൃപ ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി. ഈശോയെ, ജീവിത പങ്കാളിയുടെ വേർപാടിന്റെ ദുഃഖം മൂലം വല്ലാതെ അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് ആ ദുഃഖത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി, നന്ദി. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് മോണപ്പഴുപ്പിന്റെ അവസ്ഥയിൽ കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതി, സ്തുതി, സ്തുതി. വളർത്തുമൃഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. വാർദ്ധക്യത്തിൽ, വളരെയധികം വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും കഴിയുന്ന
ജീവിക്കുന്ന മാതാപിതാക്കളെ നോക്കാതിരിക്കുന്ന മക്കളെ ഈശോ ശ്വാസിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു പുതിയ ജീവിത കാഴ്ചപ്പാട് കൊടുത്ത് കർത്താവ് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അമിതമായ സ്വർണ്ണാഭരണങ്ങളോടുള്ള പ്രേമം അത് കർത്താവ് ആ വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവ് വ്യക്തിയെ വിശദീകരിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ആസ്തികളുടെ ബലക്ഷയം കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു, സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ചാൾസ് എന്ന പേരുള്ള ഒരു മകനെ ഈശോ കാണിച്ചു തരുന്നു. കർത്താവേ സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കാലിന്റെ ഉപ്പുകുറ്റി വിണ്ടു കയറുന്ന രോഗം മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവിന്റെ തുമ്പത്ത് കുരുക്കൾ ഉണ്ടാകുന്ന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഒരു താപസിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് പ്രത്യേകമാവിധ അഭിഷേകം ചെയ്യുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. നന്ദി, നന്ദി. മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് കർത്താവ് മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി. മേരി എന്ന പേരുള്ള ഒരു മകളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ഗണം മാലാഖ വൃന്ദങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് നമ്മളോടൊപ്പം ഈശോയെ സ്തുതിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. ഈശോയെ സ്തുതിക്കുന്നു. കരങ്ങളുയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ കിട്ടിയ പറയപ്പെട്ട വെളിപ്പെടുത്തപ്പെട്ട സന്ദേശങ്ങളെല്ലാം കർത്താവ് എനിക്കാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സംസാരത്തിൽ മിതത്വം പാലിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തിന്റെ അനുഭവം കൊടുക്കണേ കർത്താവേ. ഈശോയെ സൗഖ്യ അനുഭവം കൊടുക്കണേ കർത്താവേ. സ്തോത്ര, 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 സ്തോത്ര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് വലിയ ആന്തരിക സമാധാനം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് വലത്തുകരം ഉയർത്തിപ്പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറ ഹല്ലേലൂയ. ഈശോയെ നോക്കിക്കൊണ്ട് പറഞ്ഞ് ഹല്ലേലൂയ. ഈശോയെ കാണാവോ? കാണാവോ? ഈശോയെ കണ്ടുകൊണ്ട് പറഞ്ഞ് എൻ്റെ ഈശോയെ എന്തുമാത്രം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്. എത്ര വലിയ കൃപകളാണ്, നന്മകളാണ് ഓരോ ദിവസവും ഞങ്ങളെ വിളിച്ചു വരുത്തി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. നന്ദി ഈശോയെ എന്ന് പറഞ്ഞ് നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. ഹല്ലേലൂയ. നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. പ്രൈസ് ദി ലോർഡ്. വലത്തുകരം ഒന്നും കൂടെ ഈശോയുടെ പക്കലേക്ക് ഒന്ന് ഉയർത്തിയിട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖം വിട്ടുപോയില്ലേ? പോയോ? സങ്കടങ്ങൾ വിട്ടുപോയോ? ഈശോ എല്ലാം കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറയുകയാണ്, ഫൗസ്റ്റീനായിലൂടെ നമ്മളോട് പറയുകയാണ്. 1486 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുക: ഓ അന്ധകാരത്തിൽ മുങ്ങിത്തപ്പുന്ന ആത്മാവേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കാറുണ്ട്. അന്ധകാരത്തിൽ മുങ്ങിത്തപ്പുന്ന ആത്മാവേ, നിരാശപ്പെടരുത്. പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കരുണാമയനായ ഈശോ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, നീ നിരാശപ്പെടരുത്. പറഞ്ഞ്, നീ നിരാശപ്പെടരുത്. എന്താ പറയുന്നത്? എല്ലാം നിനക്ക് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല. എന്തൊക്കെയോ ചിലത് നഷ്ടപ്പെട്ടു, പക്ഷേ എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കൈപൊക്കിക്ക്. എനിക്കിനി ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരുമില്ല. എന്തൊക്കെയോ ചിലത് നഷ്ടപ്പെട്ടു. പണം നഷ്ടപ്പെട്ട് കാണും, സൽപ്പേര് നഷ്ടപ്പെട്ട് കാണും,
സമാധാനം നഷ്ടപ്പെട്ട് കാണും, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. ഈശോ അതാ പറയുന്നത്, എല്ലാം നിനക്ക് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല. വലത്തേരം ഉയർത്തി ഹല്ലേലൂയ പറ. സ്നേഹവും കരുണയും തന്നെയായ നിന്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നീ വിശ്വാസത്തോടെ കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തോടെ കടന്നു വരണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ വിശ്വാസത്തോടെ കടന്നു വരാൻ പറ്റുന്നത്? ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നത്, കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. ഉണ്ടോ? കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെടുന്നതിന് പകരം മനുഷ്യനെ ആശ്രയിക്കുക, സ്വന്തം ശക്തിയിലും ശാരീരിക ബലത്തിലുമൊക്കെ ആശ്രയിക്കുക. അങ്ങനെയുള്ളവർ കർത്താവിൽ നിന്ന് ഹൃദയം തിരിച്ചിരിക്കുന്നവൻ ആരാണ്? ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. മരുഭൂമിയിലെ കുറ്റിച്ചെടിയുടെ പ്രത്യേകത എന്താ? മരുഭൂമിയിലെ കുറ്റിച്ചെടിയുടെ പ്രത്യേകത എന്താ? അതിന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. മരുഭൂമിക്ക് എന്നും മരുഭൂമി തന്നെയാണ്, അല്ലേ? മരുഭൂമിയിലെന്നും മരുഭൂമി തന്നെയാണ്. അപ്പോൾ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെ എന്തിനോടാണ് തിരുവചനം ഉപമിക്കുന്നത്? ദൈവത്തിൽ ശരണപ്പെടാൻ കഴിയാത്ത, ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാത്ത, ദൈവത്തിൻ്റെ കരുണയിൽ പ്രത്യാശ അർപ്പിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ആരെപ്പോലെയാണെന്നാണ് വചനം പറയുന്നത്? മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. എന്നും ഒരുപോലെയാണ്, എന്നും ഒരുപോലെയാണ്. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നീലത്ത് അവൻ വസിക്കും. എന്നും അവൻ്റെ ജീവിതത്തിൽ ഈ വരണ്ട അവസ്ഥയാണ്, ജലമില്ലാത്ത അവസ്ഥയാണ്. തളിർക്കാൻ പറ്റുന്നില്ല, പൂക്കാൻ പറ്റുന്നില്ല, പുഷ്പിക്കാൻ പറ്റുന്നില്ല. അവനെന്നും ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് ഇരിക്കുക. എന്നും ചൂട് വെയിലത്താണ്, എന്നും മണലാരുണ്യത്തിലാണ്. ഒരിക്കലും ജീവിതത്തിലൊരാശ്വാസം കിട്ടുന്നില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം നിങ്ങൾ പറയണം. എന്തുകൊണ്ട്? എനിക്ക് ദൈവത്തിൽ ശരണപ്പെടാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ കരുണയിൽ പ്രത്യാശ അർപ്പിക്കാൻ പറ്റുന്നില്ല. എൻ്റെ തന്നെ സാധ്യതകളിലാണ് ഞാനെപ്പോഴും ആശ്രയിക്കുന്നത്. സഹായം തേടി കടന്നു ചെല്ലുന്നത് കൂട്ടുകാരിലേക്കാണ്, സമൂഹത്തിലേക്കാണ്, ദൈവത്തിലേക്കല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമകനെ, ദൈവമകളെ, ദൈവം നിന്നെ നോക്കി, അങ്ങനെയാണ് ഞാനെങ്കിൽ എന്നെ നോക്കി തമ്പുരാൻ പറയുകയാണ്, നീ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ തന്നെ എന്നുമായിരിക്കും. അങ്ങനെ മതിയോ? മതിയോ? വചനം കേട്ടെ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. പറഞ്ഞ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഒന്നും കൂടെ പറഞ്ഞ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുമ്പോൾ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടിയിലല്ല, കുറ്റിച്ചെടി പോലെയല്ല, മണലാരുണ്യത്തിലല്ല. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ എങ്ങനെയാന്ന് നോക്കിക്കേ, ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആമേൻ. വലത്തുകരം ഉയർത്തിയ വചനം ഒന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കൂടെ ആ വചനം ഒന്നേറ്റ് പറയാം. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെ. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അവൻ വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്ത്, വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാ? ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാ? നെഞ്ച കൈവച്ച് പറ, ഇത് ഞാനാ. പറ, ഇത് ഞാനാ. അല്ലേ? ഇവിടെ ഉണ്ടാകുമായിരുന്നോ? നിങ്ങൾ ഉണ്ടാകുമായിരുന്നോ? വിഷമങ്ങൾ വന്നപ്പോൾ, സങ്കടങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ ഓടിയെത്തിയത് എങ്ങോട്ടാ? തമ്പുരാൻ്റെ അടുത്തോട്ടാണ് ഓടിയെത്തിയത്. ഈശോയുടെ അടുത്തേക്കാണ് ഓടിയെത്തിയത്. അതുകൊണ്ട് നമ്മളെ നോക്കി തിരുവചനം വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത പറയുകയാണ്.
കർത്താവിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിതരാണ്. ആമേൻ, 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 ഹല്ലേലൂയ. അപ്പം കർത്താവിൽ ആശ്രയിക്കാനുള്ള ഈ കൃപ ആരാ തന്നത്? ദൈവമല്ലേ തന്നത്? ആണോ? ദൈവമാണ്. നമ്മുടെ കഴിവല്ല അത്. ദൈവം നമുക്ക് തരുന്ന ഒരു കഴിവാണത്, കൃപയാണ്. അപ്പം ദൈവം നമ്മളിങ്ങനെ ഈ ആറ്റിൻതീരത്ത് നട്ടപ്പെട്ട ഒരു മരം പോലെ, ഒരു ചെടി പോലെ എന്നും പച്ചയായിട്ട് വരൾച്ചയുടെ കാലഘട്ടങ്ങളിലൊന്നും ഭയമില്ലാതെ, ഭയപ്പാടുകളില്ലാതെ, ഉത്കണ്ഠയില്ലാതെ എപ്പോഴും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ്, ഞാൻ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. എന്താണത്? കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. കാരണം ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ അശക്തനാണ്, ഞാൻ പരിശുദ്ധനൊന്നുമല്ല, വിശുദ്ധനൊന്നുമല്ല. പക്ഷെ ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ ഉണ്ട്. അപ്പം ദൈവത്തിൻ്റെ ഈ കരുണ നമ്മുടെ മേലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ആരെ പോലെ ആയിത്തീരുവാണ്? ആറ്റിൻ തീരത്ത് നട്ട ഒരു ചെടി പോലെ എന്നും വെള്ളത്തിലേക്ക് വേരൂന്നി നിൽക്കുന്നു, പച്ച ഇലകളുള്ള, എന്നും തളിർത്ത് പുഷ്പിച്ച് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടി പോലെയാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി, എപ്പോഴാണ് നമ്മൾ പച്ചയിലകളായി മാറിയത്? നമ്മുടെ വേര് ജലത്തിലേക്ക് ഊന്നി നിൽക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? എപ്പോഴും ഫലം പുറപ്പെടുവിച്ച് സമാധാനത്തോടെ പ്രാർത്ഥിച്ച് ദൈവം ഇടപെട്ടോളൂ എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഈ തമ്പുരാനെ അറിഞ്ഞപ്പോഴല്ലേ? ആണോ? അതെയോ? അതെ. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയണം. നമുക്ക് ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയണം, ദൈവത്തെ കൂടുതൽ കൂടുതൽ നമുക്ക് അനുഭവിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ പറയുന്നത്, നീ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന അന്ധകാരത്തിൽ മുങ്ങിത്തപ്പി വിഷമിക്കുവാണെങ്കിലും കുഞ്ഞേ, ആ അന്ധകാരത്തിലും നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ നിരാശപ്പെടരുത്. ഒന്നും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, നിനക്കിനിയും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം അത്രമാത്രം വലുതാണ്. ഇത് മനസ്സിലൊന്ന് ഉറപ്പിക്കുക. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ തന്നെ നമ്മളോട് പറയുകയാണ്, 1739 ഖണ്ഡികയിൽ പറയുകയാണ്, അനുതാപം ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞേ. ഏത് കഠിന ഭാവിയെയും ദൈവത്തിൻ്റെ കരുണ നീതീകരിക്കുന്നു എന്ന് പറയാവോ? അനുതാപം ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, വചനം നമുക്കൊന്ന് നോക്കാം. ജെറമ്യ 17:9 നമ്മളിങ്ങനെ വായിക്കുക, ഹൃദയം മറ്റെന്തിനേക്കാളും, പറയാവോ? മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാമിതം അത് ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്രയോ വലിയ തന്ത്രങ്ങളും സൂത്രങ്ങളും വഞ്ചനയും കപടതയും ഒക്കെയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ശരിയാണോ? ശരിയാണോ? ഏത് തരത്തിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും അസൂയപ്പെടാനും അവരുടെ നന്മയെ തട്ടിയെടുക്കാനും തട്ടിപ്പറിക്കാനും ഒക്കെ മനുഷ്യൻ തന്ത്രപ്പെടുന്നതിൻ്റെ കാരണം എന്താ? ഹൃദയം. ഇതുകൊണ്ടോ? ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാമിതം അത് ദുഷിച്ചതാണ്. ഒന്ന് കരങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയം ഒന്ന് എടുത്തു പിടിച്ച്. ദുഷിച്ചതും കാപട്യം നിറഞ്ഞതുമായ ഹൃദയം അതൊരു കരിക്കട്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം. അത് തീക്കട്ടയോടൊന്ന് ചേർത്ത് വെച്ചാൽ എന്തായിത്തീരും? ഈ കരിക്കട്ട തീക്കട്ടയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എന്ന് പറഞ്ഞ്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാമിതം ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? വചനം പറയുന്നു, കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു.
ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ആമേൻ. എന്ത് തരുമെന്നാണ് പറഞ്ഞത്? ആർക്കാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവത്തിനെ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനം പറയുക, ഞാൻ കർത്താവായ ഞാൻ നിൻ്റെ മനസ്സിനെ പരിശോധിക്കുന്നു, നിൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്നു. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് പ്രതിഫലം നൽകുന്നു. വലത്തുകരമുയർത്തി ഈ വചനം ഒന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം മറന്നു പോകരുത്. ഇന്ന് ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജോബിനച്ഛൻ എന്തായിരുന്നു വചനം പങ്കുവെച്ചത്? എന്ത് കാര്യമാണ് അച്ഛൻ പങ്കുവെച്ചത്? മറന്നുപോയോ നോക്കട്ടെ. 2-3 കാര്യങ്ങൾ അച്ഛൻ നമ്പരിട്ട് പറയുക അല്ലേ? ഒന്ന്, ദശാംശം കൊടുക്കണമെന്ന് അല്ലേ? ദശാംശം കൊടുക്കണം. ഏറ്റവും കൂടുതൽ കപടതയും സൂത്രവും നമ്മൾ പ്രയോഗിക്കുന്ന ഏത് കാര്യത്തിലാണ്? ഏത് കാര്യത്തിലാണ്? ദശാംശം കൊടുക്കുന്ന കാര്യത്തിലാണ്. സമ്പത്താണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബലഹീനരാക്കുന്നത്. ദ്രവ്യാശക്തി. ഞാൻ കഴിഞ്ഞ ഒരു മാസം ഒരു 4 ബുധനാഴ്ചകളിൽ നിങ്ങൾക്ക് എടുത്ത ക്ലാസ് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥന എന്ന ആ വലിയ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന ഏറ്റവും മഹത്തായ ആ ശുശ്രൂഷ പോലെ തന്നെയാണ് ദശാംശം കൊടുത്ത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴും ദൈവം നമ്മളെ വലിയ വലിയ മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തുപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കൊരു സഹോദരനെ അറിയാം. ഒരു കൊച്ചു പയ്യനാണ്. അവന് ജോലി കിട്ടിയ അന്ന് മുതൽ അവൻ വളരെ കൃത്യമായിട്ട് ഈ പയ്യൻ അവൻ്റെ ദശാംശം കൊടുക്കും. വർഷങ്ങളായിട്ട് ഇവൻ അങ്ങനെയാണ്. അതിനൊരു യാതൊരു കാപട്യവും അവനതിനകത്ത് കാണിക്കുകയില്ല. യാതൊരു കപടതയും ആ കാര്യത്തിൽ അവനില്ല. അതിനവന് യാതൊരു സങ്കടവുമില്ല. അവൻ സന്തോഷത്തോടെ ദശാംശം കൊടുക്കും. ഇങ്ങനെ ദശാംശം കൊടുക്കുന്ന ശുശ്രൂഷയാണ് അവന് ചെയ്യുന്ന ഏറ്റവും മഹത്തായ ശുശ്രൂഷ. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കും. കഴിഞ്ഞ 2 മാസം മുൻപ് അവൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, സിസ്റ്റർ ഞാനിപ്പോൾ പല രാജ്യങ്ങളിലും പോയി ദൈവവചനം പ്രഘോഷിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവൻ എന്നോട് പറയുകയാണ്, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കും. ഇന്നല്ല, 2 ദിവസം മുൻപ് അവൻ എന്നോട് പറഞ്ഞതാണ്, ഇനി എനിക്ക് ഇന്ന ഡേറ്റുകളിൽ 3 ദിവസം എനിക്ക് സമർപ്പിത കൂട്ടായ്മയ്ക്ക് സിസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കാനുണ്ട്. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വെറും ഒരു ആത്മായനാണ്. അവനെ ദൈവം കണ്ടോ, കാപട്യമില്ലാത്ത, ദുഷിപ്പില്ലാത്ത, സൂത്രങ്ങളും തന്ത്രങ്ങളും ഇല്ലാതെ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും, വിധവയുടെ ചെറിയ ചെമ്പുതൊട്ട് പോലും വളരെയധികം ഉയർത്തിക്കാണിച്ച ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്. ആണോ? അതാണ് വചനം പറയുന്നത്. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് പ്രതിഫലം തരും. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ നീ ഇത്രമാത്രം ഈ രാജ്യങ്ങൾ തോറും രാജ്യങ്ങൾ പോലും പോയി ദൈവത്തിൻ്റെ വചനം ഇത്ര ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് നീ ചെയ്ത ആ 2 ശുശ്രൂഷയുടെ മഹത്വത്താലാന്ന് പറഞ്ഞു. ഏതാ 2 ശുശ്രൂഷ? ദശാംശം കൊടുത്തുള്ള ശുശ്രൂഷ, മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ. വലത്തേരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പിന്നെ 2ാമത് അച്ഛൻ പറഞ്ഞത് എന്തായിരുന്നു? ഇനി അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാനും ഇനി മുന്നോട്ട് പറയുന്നുള്ളൂ. എളിമയുണ്ടാകണം. ഹല്ലേലൂയ. ഉണ്ടോ? നമുക്ക് ഉണ്ടോ? പിന്നെന്താ 3ാമത് പറഞ്ഞത്? സഹോദര സ്നേഹം. അച്ഛന് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ കേട്ടു, സഹോദര സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? വെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെ, വെള്ളത്തിൽ എഴുതുന്നത് പോലെയുള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ സൽപ്രവൃത്തികളും എന്തിനെ ബേസ് ചെയ്തായിരിക്കണം? സഹോദര സ്നേഹത്തെ ബേസ് ചെയ്തായിരിക്കണം. വചനം കേൾക്കാം. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. അന്യായമായ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ അന്യായമായ സമ്പത്തെന്ന് പറയുമ്പോൾ എന്താ? അയൽവക്കംകാരനെ പിടിച്ചു പറിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത് അല്ലേ?
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തന്ത്രപൂർവ്വം ആരുടെയെങ്കിലും കയ്യിലിരിക്കേണ്ട പണം നമ്മൾ സ്വന്തമാക്കിയതാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. പിന്നെ എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ കുറേ പണം നമ്മുടെ കയ്യിലില്ലേ? ദശാംശം കൊടുക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ കടമുള്ളവനായി കടപ്പാടുള്ളവനായി നിൽക്കുന്നില്ലേ നമ്മൾ? ഉണ്ടോ? മനുഷ്യരോട് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ ആരോടെ പറഞ്ഞു നിൽക്കാൻ പറ്റത്തുള്ളൂ? ദൈവത്തോടെ പറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. വചനമൊന്ന് കേൾക്കുക. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പുഷയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും. അവസാനം അവൻ വിഡ്ഢിയാകും. ആര്? ന്യായമായി സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ച് അതിൽ ജീവിതം ധന്യമായി എന്ന് കരുതുന്നവൻ അവസാനം എന്തായിത്തീരും? വിഡ്ഢിയാകും. ഈ ബൈബിൾ ആദ്യം മുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിൻ്റെ സിംഹാസനമാണ് ഞങ്ങളുടെ പരിശുദ്ധ മന്ദിരം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഈ അനുതാപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീന നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞത് എന്താണ്? അനുതപിക്കുന്ന വ്യക്തിയെ അനുതാപം ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു. കഠിന ഭാവിയെ ദൈവം നീതീകരിക്കുന്നു. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് അനുതാപം വേണ്ടത്? നമ്മൾ അനുതപിക്കേണ്ട തലങ്ങൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലാണോ, അതെയോ മറ്റേതെങ്കിലുമൊക്കെ തലങ്ങളിലാണോ നമുക്കിനിയും അനുതപിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ളതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നമ്മളൊരു വചനം കാണുന്നുണ്ട്. യോനായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ആർക്ക്? യോനായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അപ്പോൾ യോന എന്ത് ചെയ്തു? എഴുന്നേറ്റ്, എന്തായിരുന്നു അരുളപ്പാട്? നീ എഴുന്നേറ്റ് മഹാനഗരമായി നിനിവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. അരുളപ്പാട് എപ്പോഴും അരുളപ്പാട് കൊടുക്കാനുള്ളതാണ്. അരുളപ്പാട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. പിന്നെയോ അരുളപ്പാട് അരുളി ചെയ്യാനുള്ളതാണ്. താഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാനൊരുങ്ങി. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാനൊരുങ്ങി. നമുക്ക് ആർക്കെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റിയല്ല. അപ്പോൾ യോന എന്താ ചെയ്തത്? കർത്താവിൻ്റെ അരുളപ്പാടുകളെ അരുൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, ആ അരുളപ്പാട് നിനിവേക്കാർക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് യോന മെല്ലെ താഷിലേക്ക് കപ്പൽ കയറി. നിനിവയിലേക്ക് പോകേണ്ട യോന താഷിലേക്ക് കപ്പൽ കയറി വഴിമാറി നടന്നു. പക്ഷെ തമ്പുരാൻ വിട്ടോ? തമ്പുരാൻ വിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ അനുദപിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, നീയും ഞാനും നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ അരുളപ്പാട് യോനായെ പോലെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നമ്മളിത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞു നടക്കാനുള്ളവരല്ല, ഓടി വിളിക്കാനുള്ളവരല്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മൾ നമ്മുടെ ഈ തലമുറയ്ക്ക് കൊടുക്കാനുള്ളവരാണ്. എന്ന് പറയുമ്പോൾ ഒരപ്പൻ ഒരമ്മ യോനായ, ഒരു സിസ്റ്റർ ഒരച്ഛൻ യോനായ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവരാ. നമ്മുടെ മക്കളോട് നമ്മൾ പറയേണ്ടത് പറയണം, ജീവിത പങ്കാളിയോട് പറയേണ്ടത് പറയണം, സഹോദരങ്ങളോട് നമ്മൾ പറയേണ്ടത് പറയണം. തെറ്റ് തെറ്റാണെന്ന് പറയണം, ശരി ശരിയാണെന്ന് പറയണം, പ്രോത്സാഹിപ്പിക്കേണ്ടത് പ്രോത്സാഹിപ്പിക്കണം, തിരുത്തേണ്ടത് തിരുത്താൻ ആവശ്യപ്പെടണം. ശരിയെ തെറ്റെന്ന് നമ്മൾ പറയരുത്, തെറ്റിനെ ശരിയായിട്ട് നമ്മൾ കാണരുത്. വലത്തേരുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കിട്ടിയ അരുളപ്പാടുകളെ, ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാതിരുന്നാൽ അവിടെ അനുദപിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. എന്നിട്ടോ യോന ഒരു കൂസലുമില്ലാതെ യോന എന്ത് ചെയ്തു? താഷിലേക്കുള്ള കപ്പൽ കയറി. ആ കപ്പലിൽ സുഖമായിട്ട്, യാതൊരു കുറ്റബോധവും ഇല്ലാതെ, യാതൊരു അനുതാപവും ഇല്ലാതെ സുഖമായിട്ട് കയറി കിടന്ന് അങ്ങ് ഉറങ്ങി. നമുക്കും അതെ, ഉറക്കത്തിന് മാത്രം ഒരു കുറവുമില്ല. എത്ര തെറ്റ് ചെയ്താലും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ? ഉറങ്ങാൻ പറ്റുന്നുണ്ട്. യോനയുടെ അതേ സ്വഭാവമാണ് നമുക്ക്. യോനയ്ക്ക് ഉറങ്ങാൻ പറ്റി. കപ്പലിങ്ങനെ ശോഭിച്ചാടി ഒലഞ്ഞ എല്ലാ കപ്പലിലുള്ള സകല മനുഷ്യരും മരിക്കാൻ പോകുന്ന സമയത്ത്, നശിക്കാൻ പോകുന്ന സമയത്ത്, ഓരോരുത്തരും അവരവരുടെ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്തും യോന കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക. ആ യോന ഞാനല്ലേ നീയല്ലേ?
ആണോ? ഇന്ന് നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടൽക്ഷോഭം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ടോ? നമുക്ക് ഉറക്കം വരാത്ത രാത്രിയുണ്ടോ? നമ്മുടെ സഭയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ ഇടവകയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞൊരു കരുണക്കൊന്ത ചൊല്ലി ഒരു ദിവസമെങ്കിലും പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അപ്പോൾ ശരിക്കും നമ്മളൊരു യോന അല്ലേ? ആണോ? യോനയുടെ തന്നെ രൂപങ്ങളാണ് നമ്മൾ. പക്ഷേ കപ്പലിലുണ്ടായിരുന്നവർ എന്ത് ചെയ്തു? ആര് നിമിത്തമാണ് ഈ കടൽ ശോഭിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തപ്പി നടന്ന് പൊക്കിയെടുത്തു. യോനായെ പൊക്കിയെടുത്തു. നറുക്കിട്ടു. ആർക്ക് വീണു? യോനായ്ക്ക് വീണു. ഇനി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ യോന എന്ത് പറഞ്ഞു? ഒരു കാര്യം ചെയ്തു, എടുത്തെറിഞ്ഞ് കളഞ്ഞോളാൻ പറഞ്ഞു. കടലിലേക്ക് എടുത്തെറിഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തെറിഞ്ഞു. നമ്മളെ ഇങ്ങനെ എറിയുന്ന ഒരു സംഭവത്തിലൂടെ, എറിയുന്ന ഒരു അനുഭവത്തിൽ കൂടെ അല്ലേ ഇപ്പം നമ്മളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യോനായ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയത് എപ്പോഴാണ്? മത്സ്യത്തിൻ്റെ ഉദരത്തിലെത്തുവോളം യോനായ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയില്ല. അവിടെ കിടന്നാണ് യോന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നിഷ്കാഷത്തിനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു. ഇതെവിടെ കിടന്നുകൊണ്ട് പറയുന്നതാണ്? തിമിംഗലത്തിൻ്റെ, മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നാണ് യോന ശരിക്കും ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു മാനസാന്തരത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട യോനായെ ദൈവം ആദ്യം എന്ത് ചെയ്തു? ഒരു മാനസാന്തര അനുഭവത്തിലൂടെ കടത്തിവിട്ടു. ശരിയല്ലേ? ആണോ? യോന ഒളിച്ചോടിയെങ്കിലും ദൈവം യോനായെ വിട്ടില്ല. യോനായെ ഒരു ജീവിത നവീകരണ അനുഭവത്തിലൂടെ കടത്തിവിട്ടു. എന്നിട്ട് തിമിംഗലം കൊണ്ട് നിനിവേയിൽ കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എഴുന്നേറ്റ് ഓടിച്ചെന്ന് നിനിവേക്കാരോട് ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചു. അപ്പം നിനിവേക്കാരെന്താ ചെയ്തത്? നിനിവേയിലെ ജനങ്ങൾ, ഈ അരുളപ്പാട് കിട്ടിയ ഉടനെ നിനിവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്തു? അവരൊരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനിവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനിവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. വലത്തേരമുയർത്തി ഹല്ലേലൂയ, വലത്തേരമുയർത്തി ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എപ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സിന് മാറ്റം വന്നത്? എപ്പോഴാണ് മനസ്സിന് മാറ്റം വന്നത്? ദൈവത്തിൻ്റെ മനസ്സിന്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആരുടെ മനസ്സിന് മാറ്റം വരാനാ? ആരുടെ മനസ്സിന് മാറ്റം വരാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ മനസ്സിന് മാറ്റം വരാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ മനസ്സിന് മാറ്റം വരാനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സിന് മാറ്റം വന്നത്? തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന്, തിന്മയിൽ നിന്ന്. നമ്മൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്, ഹൃദയം മറ്റെന്തിനേക്കാളും ശോചനീയമാമിതം ദുഷിച്ചതാണ്, കാപട്യമുള്ളതാണ്. അങ്ങനെ ദുഷിച്ച ഹൃദയത്തിൻ്റെ തിന്മയിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായപ്പോൾ ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ഹല്ലേലൂയ. വലത്തുകരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥന തുടരുന്നതോടൊപ്പം തന്നെ എന്തും കൂടെ ചെയ്യണം. നമ്മുടെ മനസ്സിനും
ഒരു മാറ്റം വരുത്താൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. തിന്മയെ തിന്മയായിട്ട് തന്നെ കാണാൻ, ദുഷ്ടതയായിട്ട് തന്നെ കാണാൻ, ആ ദുഷ്ടതയോർത്ത് അനുദപിക്കാൻ, ആ ദുഷ്ടതയിൽ നിന്ന് ഒന്ന് പിന്മാറാൻ നമ്മളൊന്ന് മനസ്സാകണം. വലത്തുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോനായിക്ക് ദൈവത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. യോന പറയുന്നു കേട്ടോ, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കണ്ടോ, ഇതാണ് ദൈവം. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന, ദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? യോന. എന്താ യോന പറയുന്നതെന്ന് നോക്കി, നെറ്റ് പറഞ്ഞ് നിങ്ങളും കൂടെ. ദൈവം ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ ആ ക്ഷമയും സ്നേഹവും കാരുണ്യവും അറിയുക നമ്മൾ. എന്നിട്ട് ഈ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ദയയും നന്മയും ഒക്കെ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശുശ്രൂഷകരാകുക. ദൈവത്തിൻ്റെ കരുണയുടെ സന്ദേശത്തിൻ്റെ അരുളപ്പാടുകൾ നൽകുന്നവരാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ഫെബ്രുവരി 28 നമുക്ക് നമ്മുടെ ഈ ആലയത്തിൽ സഞ്ജഭവനിൽ നിത്യാരാധന ആരംഭിച്ചിട്ട് 1 വർഷം തികയുക. അതിനു മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പാമ്പ്ളാനി പിതാവ് നമുക്ക് 2ാം വർഷത്തിലേക്ക് നിത്യാരാധന തുടരാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. പാമ്പ്ളാനി പിതാവ് തന്നെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിതാവിന് വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞള്ളക്കാട്ട് പിതാവാണ് നമുക്ക് വേണ്ടി വരുന്നത്. അത് 26 വരുന്ന ബുധനാഴ്ചയാണ് പിതാവ് വരുന്നതും നമ്മുടെ 2ാം വർഷത്തിലേക്കുള്ള നിത്യാരാധനയ്ക്ക് തുടക്കം കുറിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമാണോ? സന്തോഷമാണ്. അപ്പം നിങ്ങളെല്ലാം ഈ നിത്യാരാധന ചാപ്പലിൽ വരുന്നവരാണ്. തിങ്കളാഴ്ചയായിട്ടും ചൊവ്വാഴ്ചയായിട്ടും ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിത്യാരാധന ചാപ്പലിൽ വരുന്നവരാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അടുത്ത ബുധനാഴ്ച പിതാവ് ലീഡ് ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും മനോഹരമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ധാരാളം പേരെ കൂട്ടിക്കൊണ്ടുവരണം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. നമ്മൾ മുറ്റത്തെല്ലാം പന്തലിടും. അത് വളരെ മനോഹരമാക്കാനായിട്ട് നമ്മൾ നോക്കും. നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, അത് വിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യമാണ്. അപ്പോൾ ആ ദിവ്യകാരുണ്യത്തെ നമുക്ക് എത്രത്തോളം ഉയർത്തിപ്പിടിക്കാമോ, എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ, എത്രത്തോളം മനുഷ്യരെ ലോകത്തെ നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ടൈം ടേബിൾ അടുത്ത ബുധനാഴ്ചത്തെ നമ്മുടെ ശുശ്രൂഷകൾ ഇങ്ങനെ തന്നെയാണ്. രാവിലെ 9:30 എഴുന്നേറ്റു. രാവിലെ 9:30 വചനക്കൊന്ത ആരംഭിക്കും. 10:00 വിശുദ്ധ കുർബാനയുടെ മധ്യ പിതാവിൻ്റെ സന്ദേശം, തുടർന്ന് ആരാധനാ ശുശ്രൂഷകൾ, തുടർന്ന് നമുക്ക് പതിവ് പോലെയുള്ള സ്നേഹവിരുന്ന്, ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇന്ന് വരാത്തവർ അറിഞ്ഞു കാണുകയില്ല. അപ്പം നിങ്ങളായിട്ട് ഈ ആലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നവരെയും ഇനി ഈ ശുശ്രൂഷയിൽ നിത്യാരാധന ചാപ്പലിലെ ഈ 2ാം വർഷത്തേക്കുള്ള ശുശ്രൂഷയിലേക്ക് വന്ന് പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ ഇടവകളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ കൂട്ടിക്കൊണ്ടുവരിക. മനോഹരമായിട്ട് ആ ശുശ്രൂഷ അഭിഷേകം ചെയ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ മധ്യസ്ഥവും പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ അച്ഛനെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാ വൈദികരും ഓരോ ബുധനാഴ്ചയും നമ്മുടെ ഈ ആലയത്തിലേക്ക് വരുന്ന വൈദികരെല്ലാവരും നമ്മൾ ഓർക്കണം. നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ നന്ദി കർത്താവേ. നമ്മുടെ ഇടവകയിലെ വൈദികരെ ഓർത്തേ. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ 4 ആഴ്ചകളിലായി ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വൈദികർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. നമ്മുടെ ഇടയനെ നമ്മളെപ്പോഴും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ അത് ഓർമ്മിപ്പിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, സമർപ്പിതർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി നമുക്ക് ശക്തമായ പ്രാർത്ഥന കൊടുക്കാനുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആ മധ്യസ്ഥം വളരെ പ്രത്യേകമാവിധം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ചെമ്പത്തൊട്ടി ഫൊറോനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി. നമുക്ക് മുട്ടുകുത്തി നിന്ന് ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരൊപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. നമുക്ക് എഴുന്നേറ്റ് കരങ്ങളടിച്ച് പാട്ടുപാടി ദൈവത്തെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, എൻ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാൽ ദൈവകൃപയാ, നിർത്തിടും ദയയാ, ദയയാൽ നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മേലേ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മേലേ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ കൃപയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാൽ ദൈവകൃപയാ, നിർത്തിടും ദയയാ, ദയയാൽ നിത്യ
നിത്യതയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.